നിങ്ങൾ താമസിക്കുന്ന വീടിന് അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന കെട്ടിടത്തിന് ഒരു ഹൃദയമുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. പുരാതന വാസ്തുവിദ്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് ബ്രഹ്മസ്ഥാനം. ചിലപ്പോൾ ഇതൊരു വിചിത്രമായ ചോദ്യമായി തോന്നാം, അല്ലേ? ശരിക്കും ഓരോ കെട്ടിടത്തിനും ഒരു ഹൃദയമുണ്ടോ? പുരാതന വാസ്തുവിദ്യ പ്രകാരം ഉത്തരം ഉണ്ട് എന്ന് തന്നെയാണ്. ഇത് വെറുമൊരു സങ്കല്പമല്ല കേട്ടോ. ഒരു കെട്ടിടത്തിലെ മൊത്തം ഊർജ്ജത്തെയും അവിടെ താമസിക്കുന്നവരുടെ ജീവിതത്തെയും വരെ സ്വാധീനിക്കാൻ കഴിവുള്ള ഒരിടത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. പഴയകാല വാസ്തുവിദ്യാ തത്വങ്ങൾ നോക്കുകയാണെങ്കിൽ ഓരോ കെട്ടിടത്തിനും അതിൻ്റെതായ ഒരു കേന്ദ്രബിന്ദുവുണ്ട്. അത് ആ കെട്ടിടത്തിന്റെ കാതൽ പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഒരു മനുഷ്യ ശരീരത്തിന് ഹൃദയം എങ്ങനെയാണോ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരിടം. ആ ഹൃദയത്തിന്റെ പേരാണ് ബ്രഹ്മസ്ഥാനം. അതായത് ഒരു കെട്ടിടത്തിന്റെ ഊർജ്ജമെല്ലാം വരുന്ന ഒരു സ്ഥലം, അതിന്റെ കൃത്യമായ സെന്റർ പോയിന്റ്. ഇതിനെയാണ് ബ്രഹ്മസ്ഥാനം എന്ന് പറയുന്നത്. ഇതിന്റെ പ്രാധാന്യം നമ്മൾ വിചാരിക്കുന്നതിലും വലുതാണ്. ഈ വാചകം കണ്ടില്ലേ? ഇതാണ് ഏറ്റവും നിർണായകമായ ഒരൊറ്റ ഘട്ടം. അതെന്താ അങ്ങനെയെന്ന് വെച്ചാൽ, ഒരു കെട്ടിടം ഡിസൈൻ ചെയ്യുമ്പോൾ തുടക്കത്തിൽ തന്നെ ഈ കേന്ദ്രം കണ്ടുപിടിച്ചില്ലെങ്കിൽ പിന്നെ ആ ബിൽഡിങ്ങിന്റെ മൊത്തം എനർജി ഫ്ലോ താളം തെറ്റും. അതിനൊരു ബാലൻസ് തന്നെ പോകും. ഇത്രയും പ്രധാനപ്പെട്ട ഈ സെന്റർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കിയാലോ? നോക്കൂ, ആകെ രണ്ടേ സ്റ്റെപ്പേ ഉള്ളൂ. ആദ്യം തന്നെ നമ്മുടെ കയ്യിലുള്ള സ്ഥലം, അതായത് ആ പ്ലോട്ടില്ലേ, അതിനെ ഒരു ഗ്രിഡായിട്ട് തിരിക്കും. സാധാരണയായി 8x8, അപ്പോൾ 64 കള്ളികൾ, അല്ലെങ്കിൽ 9x9, അതായത് 81 കള്ളികളുള്ള ഒരു ഗ്രിഡ്. രണ്ടാമത്തെ സ്റ്റെപ്പ് ഇതിലും സിമ്പിളാണ്. ഈ ഗ്രിഡിന്റെ കറക്റ്റ് സെന്ററിൽ വരുന്ന ആ കള്ളിയില്ലേ, അത് തന്നെ, അതാണ് ബ്രഹ്മസ്ഥാനം. എങ്ങനെയുണ്ട്? സിമ്പിൾ അല്ലേ? ഓക്കെ, അപ്പോ ഇതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ എന്തിനാണ് ഈ സെന്ററിന് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത്? അതായത് എങ്ങനെയെന്ന ചോദ്യത്തിൽ നിന്ന് എന്തിനെന്നതിലേക്ക് നമുക്ക് പോകാം. ബ്രഹ്മസ്ഥാനത്തെ ഒരു കെട്ടിടത്തിന്റെ നാഭി അഥവാ പൊക്കിളായിട്ടാണ് കണക്കാക്കുന്നത്. ഒന്നാലോചിച്ച് നോക്കൂ, നമ്മുടെ ശരീരത്തിൽ പൊക്കിളിന്റെ പ്രാധാന്യം എന്താണ്? അവിടെ നിന്നല്ലേ ജീവന്റെ എല്ലാം തുടക്കം. അതുപോലെയാണ് ഒരു കെട്ടിടത്തിന് ബ്രഹ്മസ്ഥാനം. അവിടെ നിന്നാണ് ആ കെട്ടിടത്തിലേക്ക് വേണ്ട എല്ലാ പോസിറ്റീവ് എനർജിയും ഒഴുകിയെത്തുന്നത്. രണ്ടും ആത്യന്തികമായി ജീവന്റെയും ഊർജ്ജത്തിന്റെയും ഉറവിടങ്ങളാണ്. ഇതൊരു വെറും ഊർജ്ജ കേന്ദ്രം മാത്രമല്ല, അതിനൊരു ദൈവികമായ ഒരു കോസ്മിക് തലമുണ്ട്. ഇതിനെ വാസ്തുപുരുഷന്റെ, അതായത് ആ കെട്ടിടത്തിന്റെ ഒരു ആത്മാവ് അല്ലെങ്കിൽ ഊർജ്ജ ശരീരം എന്ന് സങ്കല്പിക്കാമെങ്കിൽ അതിന്റെ എല്ലാം ന്യൂക്ലിയസ് ആയാണ് ഇതിനെ കാണുന്നത്. പോരാത്തതിന് ഇത് സൃഷ്ടാവായ ബ്രഹ്മാവിന്റെ ഇരിപ്പിടം കൂടിയാണ്. അപ്പൊ പിന്നെ പറയേണ്ടതില്ലല്ലോ, എല്ലാ നല്ല ഊർജ്ജവും അവിടെ നിന്നാണ് വരുന്നത് എന്ന് വിശ്വസിക്കുന്നതിൽ ഒരു അത്ഭുതവുമില്ല. ഏറ്റവും പ്രാക്ടിക്കലായ ഒരു നിയമം. ഈ അറിവൊക്കെ നല്ലതാണ്, പക്ഷെ ഇത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താം, അല്ലെ? ഒരു കെട്ടിടത്തിന്റെ ഹൃദയത്തെ നമ്മൾ എങ്ങനെ സംരക്ഷിക്കണം നോക്കാം. ഒറ്റ നിയമമേ ഉള്ളൂ, പക്ഷേ അത് വളരെ നിർണായകമാണ്. ബ്രഹ്മസ്ഥാനം എപ്പോഴും ഓപ്പൺ ആയിരിക്കണം. ഒരു തടസ്സവും അവിടെ പാടില്ല. അവിടെ തൂണുകൾ വെക്കരുത്, ചുമരുകൾ കെട്ടരുത്, സ്റ്റെയർ കേസ് പാടില്ല. എന്തിന്, ഭാരമുള്ള വലിയ ഫർണിച്ചറുകൾ പോലും അവിടെ വെക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള ഓരോ തടസ്സവും ആ എനർജി ഫ്ലോയെ ബ്ലോക്ക് ചെയ്യും. അത് ശരിക്കും ആ കെട്ടിടത്തിന്റെ ഹൃദയമെടുപ്പ് തടസ്സപ്പെടുത്തുന്ന പോലെയാണ്. ഇത് അവിടെ താമസിക്കുന്നവരുടെ ജീവിതത്തെയും മോശമായി ബാധിച്ചേക്കാം. അപ്പോ ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ചോദ്യം വരും. നിങ്ങളുടെ വീട്ടിനുമുണ്ടല്ലോ ഇങ്ങനൊരു ഊർജ്ജ കേന്ദ്രം. നിങ്ങൾ അതിനെ സ്വതന്ത്രമായി ശ്വാസം വിടാൻ അനുവദിക്കുന്നുണ്ടോ? നിങ്ങളുടെ വീടിന്റെ ഹൃദയം ശരിക്കും മിടിക്കുന്നുണ്ടോ? അതോ അതിനെന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ? ഇതൊന്ന് ചിന്തിച്ചു നോക്കേണ്ട കാര്യമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ.